വിഷുവിന് മുമ്പ് ഈ കള്ളക്കളിയൊക്കെ നമുക്ക് പൊളിക്കണ്ടേ കണ്ണേട്ടാ? ഏയ് അതുവരെ ഒന്നും പോകില്ലെന്നേ. ഇപ്പോ അമ്മയെ കാണാത്ത തന്നെ വലിയ വിഷമോ? ആ അങ്ങനെയുള്ളപ്പോ അമ്മയും കുഞ്ഞിനെ ഒരുമിച്ച് കാണാതിരുന്നാലോ? അതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്തോ ചെയ്യാ? ഇതെനിക്ക് വട്ടല്ലേ? അപ്പോ നല്ലൊരു വിഷു ആശംസകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ആശംസിക്കുന്നു. തിരിച്ചു ആ നാളെ രാവിലെ എന്നെ വിളിക്കണം. ഇവിടെ കരുണയും ഉണ്ണിയുടെ അമ്മയൊക്കെ ഒരുക്കിയ വിഷുക്കണി കാണാൻ എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. എന്റെ വിഷുക്കണി എന്റെ ഭാര്യയുടെ മുഖം തന്നെയാ. ഞാൻ നാളെ പുലർച്ചെ വിളിക്കാം. ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ് കണ്ണേട്ടാ. ഗുഡ് നൈറ്റ്. ഡിറ്റക്റ്റീവ് കമലേശ്വരത്തെ കുറ്റാന്വേഷണ വിദഗ്ധൻ ഉണ്ണി കമലേശ്വരം. ഡിറ്റക്റ്റീവ് ഉണ്ണി കമലേശ്വരം. നിങ്ങൾക്കറിയോ ഈ ഉണ്ണി കമലേശ്വരം എന്ന് പറയുന്ന ഡിറ്റക്റ്റീവിനെ? ഇയാളിനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ, ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ആള്. നിർത്തിക്കോ നിന്റെ കളിയാക്കല്. എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത് ശരിയാ. മണ്ടനായ ഒരാള് പറയുന്നത് ഈ ജന്മത്ത് ശരിയാവാൻ പോകുന്നില്ല. തെങ്ങിന് മണ്ടരി ബാധിച്ചാൽ അതിന് ചികിത്സയുണ്ട്, മനുഷ്യൻ അതില്ല. പിന്നെ ആ തോമസ് വൈദ്യനെ പോലുള്ള ആരെങ്കിലും വിചാരിച്ചാ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. അയാള് വാങ്ങിച്ചെന്ന ഡ്രസ്സൊക്കെ കൊണ്ടുപോയി അച്ഛനും മുത്തശ്ശിക്കൊക്കെ കൊടുത്തിട്ട് അവർക്ക് വലിയ സന്തോഷമായോ? പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് വേദനിക്കോ അതോ പൊട്ടിക്കരയോ? മരുമോൻ കഥയില്ലാത്ത ഒരുത്തനാണെന്ന് അവരൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അവർക്കിനി എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല. ഇപ്പൊ തന്നെ ഉണ്ണിക്കണ്ണനെ കൊണ്ടുവന്നത് കണ്ണേട്ടനാ. അയാള് വീൽ ചെയറിലാണെങ്കിലും നിനക്കിപ്പോ അയാളോട് ആരാധന ഉണ്ടല്ലേ? അതെ, ആരാധനയുണ്ട്. ലക്ഷ്മിയെ സ്നേഹിക്കാത്ത, എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തരുന്ന തന്റെ ഏട്ടനെ എനിക്കിഷ്ടാ. എന്താ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി കണ്ണേട്ടനെ എന്നെയും ചേർത്ത് കഥകൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ? വീൽ ചെയറിലിരിക്കുന്ന നിങ്ങളുടെ ഏട്ടനെ പോലും നിങ്ങൾ വെറുതെ വിടാറില്ലല്ലോ. എനിക്കൊരു മനം പുരട്ടലുണ്ടായപ്പോ താൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ട്. കരുണേ, നീ ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കണ്ണേട്ടനെ എന്നെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. അതിനൊക്കെ തിരിച്ചടി ഏൽക്കുന്നത് നിനക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമിതമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും വേണ്ടാന്ന്. എനിക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ല. നിങ്ങളിപ്പൊ ചിന്തിക്കേണ്ടത് ലക്ഷ്മിയുടെ നാശത്തെ പറ്റിയാ. അവളെ ഒഴിവാക്കണം ഉണ്ണിയേട്ടാ. എന്നിട്ട് കമലേശ്വരത്തെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചടക്കണം.
അതിലാണ് നിങ്ങൾ മിടുക്ക് കാണിക്കേണ്ടത്. അല്ലാതെ കണ്ണേട്ടൻ ലക്ഷ്മിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനെയാ? ആ മാർക്കോയെ കണ്ടാ നിങ്ങളുടെ മുട്ടുകാല് വിറക്കില്ലേ? മേഘേട്ടൻ വീണുപോയതാ ഏറ്റവും വലിയ തിരിച്ചടിയായി പോയത്.